നമ്മൾ ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. ശ്രദ്ധിക്കാം, നമുക്ക് ആദ്യം ആൽക്കഹോൾസിൽ അറിയേണ്ടത് ആൽക്കഹോളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. അപ്പോൾ CH2OH എല്ലാവരും ഞാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതാം, കാരണം കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണിത്. CH2OH പറഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് കണക്ട് ചെയ്യുന്ന കാർബണിൽ 2 H ഉണ്ടെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ. അത് CHOH ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ. ഇത് പ്രൈമറി ആൽക്കഹോൾ, അടുത്തത് സെക്കൻഡറി ആൽക്കഹോൾ. ഓക്കെ, ഇനി OH ഗ്രൂപ്പ് കണക്ട് ചെയ്യുന്ന കാർബണിൽ H തീരെ ഇല്ല എങ്കിൽ, ഒരു Hഉം ഇല്ല എങ്കിൽ അതിനെ ടേഷ്യറി ആൽക്കഹോൾ എന്ന് വിളിക്കും. ടേഷ്യറി ആൽക്കഹോൾ. ഓക്കെ, ടേഷ്യറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടേഷ്യറി ആൽക്കഹോൾ മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ വിനൈലിക് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിൽ നേരിട്ട് OH ആണ്, പക്ഷെ അങ്ങനെയുള്ള കോമ്പൗണ്ട് സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് ഡബിൾ ബോണ്ടിൽ നേരിട്ട് OH ഉള്ള കോമ്പൗണ്ട് നിങ്ങൾ ചെയ്യണ്ട, കിട്ടല്ലോ. നമ്മൾ നോക്കുക, ഒരു കാർബൺ, ഡബിൾ ബോണ്ട് കാർബൺ, അത് കഴിഞ്ഞിട്ടുള്ള കാർബണിൽ ഒരു OH ഗ്രൂപ്പ്. അതായത് OH ഗ്രൂപ്പ് കണക്ട് ചെയ്യുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ sp2 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ അലൈലിക് ആൽക്കഹോൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? അലൈലിക് ആൽക്കഹോൾ. അലൈലിക്, ALLYLIC, അലൈലിക് ആൽക്കഹോൾ, sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ഓക്കെ, അത് 3 ടൈപ്പ് ഉണ്ടാവും: പ്രൈമറി, സെക്കൻഡറി, ടേഷ്യറി ആൽക്കഹോൾ. അതായത് ഈ OH കണക്ട് ചെയ്ത കാർബണിൽ 2 H ഉണ്ടെങ്കിൽ അത് അലൈലിക് പ്രൈമറി, 1 H ആണെങ്കിൽ അലൈലിക് സെക്കൻഡറി, 1 H ഇല്ല എങ്കിൽ അലൈലിക് ടേഷ്യറി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു ബെൻസീൻ റിങ് കഴിഞ്ഞ് നെക്സ്റ്റ് കാർബൺ, ആ കാർബണിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം. ബെൻസീൻ റിങ് കഴിഞ്ഞ് നെക്സ്റ്റ് കാർബണിൽ OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ ബെൻസൈലിക് ആൽക്കഹോൾ എന്ന് വിളിക്കും. ബെൻസൈലിക്, BENZYLIC, ബെൻസൈലിക് ആൽക്കഹോൾ. ഓക്കെ, ബെൻസൈലിക് ആൽക്കഹോൾ 3 ടൈപ്പ് ഉണ്ടാവും: പ്രൈമറി, സെക്കൻഡറി, ടേഷ്യറി. ഈ കാർബൺ നോക്കൂ നിങ്ങൾ, ഇത് CH2OH ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ, CHOH ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ, COH ആണെങ്കിലോ ടേഷ്യറി ആൽക്കഹോൾ. ഓക്കെ, അപ്പോൾ ആൽക്കഹോളിൻ്റെ ടൈപ്പ് മനസ്സിലായോ? പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടേഷ്യറി ആൽക്കഹോൾ, പിന്നെ അലൈലിക് ആൽക്കഹോൾ, പിന്നെയോ ബെൻസൈലിക് ആൽക്കഹോൾ. ഓക്കെ, ഇനി നമ്മൾ നെയിം ചെയ്യുമ്പോൾ നമുക്കറിയാം. നോക്കുക നിങ്ങൾ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, CH3CH2OH, ഇത് നമ്മൾക്ക് എത്തനോൾ, ഈഥെയ്ൻ അവസാനിക്കുന്ന ലെറ്ററിൽ E അല്ലേ, അതിന് OL കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെ സഫിക്സ് എത്തനോൾ, അത് എത്താൻ മണ്ണോൾ എന്ന് വേണ്ട. എന്നാൽ CH3CH2OH ഇത് അതുപോലെ തന്നെ CH3CHOH CH3, ഈ 2 ആൽക്കഹോൾ നോക്കുക. ഇതിൽ OH കണക്ട് ചെയ്ത കാർബണിന് 1 കിട്ടും കേട്ടോ, 1 2 3. അപ്പോൾ ഇതിൻ്റെ പേര് പ്രൊപ്പാൻ 1 ഓൾ. അത് പ്രൊപ്പാൻ 1 ഓൾ തന്നെ എഴുതണം. എന്താ കാരണം? ഇതേ 3 കാർബണുള്ള ഒരു ആൽക്കഹോളാണിത്, പക്ഷേ അതിൽ രണ്ടാമത്തെ കാർബണിൽ OH. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരെന്താ? IUPAC നെയിം പ്രൊപ്പാൻ 2 ഓൾ. ഈ പ്രൊപ്പാൻ 1 ഓൾ പ്രൈമറി ആൽക്കഹോളാണ്, കാരണം CH2OH ആണ്. പ്രൊപ്പാൻ 2 ഓളോ സെക്കൻഡറി ആൽക്കഹോളാണ്, കാരണം ഏതാണ്? CHOH ആണ്. കൂടാതെ പ്രൊപ്പാൻ 1 ഓളിനെ നമ്മൾ N പ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് വിളിക്കും. കോമൺ നെയിം എന്താ വിളിക്കുക? N പ്രൊപ്പൈൽ ആൽക്കഹോൾ. പ്രൊപ്പാൻ 2 ഓളിനെ എന്താ വിളിക്കുക? ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. അറിയാലോ ഗ്രൂപ്പെല്ലാം. ഇപ്പോൾ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ഓക്കെ, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, എന്തുകൊണ്ടാണ് എത്തനോളിന് നമ്പർ ഇല്ലാത്തത്? കാരണം അത് OH ഏത് കാർബണിലായാലും അതിൻ്റെ പേര് എത്താൻ 1 ഓളാണ്. അതുകൊണ്ട് നമ്പർ 1 ആവശ്യമില്ല. മനസ്സിലായല്ലോ? പക്ഷേ നമ്പർ മാറ്റി കഴിഞ്ഞാൽ പേര് മാറുന്നത് കൊണ്ട് പ്രൊപ്പനോളിൽ പ്രൊപ്പാൻ 1 ഓളും പ്രൊപ്പാൻ 2 ഓളും പറയണം. പ്രൊപ്പാൻ 1 ഓളിനെ പ്രൊപ്പനോൾ എന്ന് പറയാറില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നിങ്ങൾ നോക്കുക, C3. ഓക്കെ, ദെൻ പറയുന്ന സമയത്ത് എഴുതിയെടുക്കുക. ദെൻ വാട്ട്? CHOH C3. ഇതാണ് ആൽക്കഹോൾ എങ്കിൽ നമുക്കറിയാം ഇതിൽ OH-നാണോ ഇമ്പോർട്ടൻസ്, സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പിനാണോ? OH-ന്. അപ്പോൾ OH കണക്ട് ചെയ്യുന്ന കാർബണില്ലേ ചെറിയ നമ്പർ ഇട്ടുണ്ട്. OH-ൻ്റെ പ്രത്യേകത OH-ൽ കാർബൺ ഇല്ല, പക്ഷേ OH കണക്ട് ചെയ്ത കാർബണിന് ചെറിയ നമ്പർ ഇടണം. അപ്പോൾ 1 2 3 4 എന്താ പേര്? 3,3 ഡൈമീഥൈൽ പ്രൊപ്പാൻ 2 ഓൾ. നിങ്ങൾ എഴുതുക 3,3 ഡൈമീഥൈൽ പ്രൊപ്പാൻ 2 ഓൾ. ക്ലിയർ?
3,3 ഡൈമീഥൈൽ പ്രൊപ്പാൻ 2 ഓൾ. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കുക. CH2 ഡബിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് Cl, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CHOH, ബെൻസീൻ റിങ് ഉണ്ട്. നിങ്ങൾ ഇത്രയും ഇതുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിലേതാ മെയിൻ? OH ആണോ Cl ആണോ ഡബിൾ ബോണ്ട് ആണോ മെയിൻ? OH. അപ്പോൾ OH കണക്ട് ചെയ്യുന്ന കാർബണിന് ചെറിയ നമ്പർ കിട്ടണം. അപ്പോൾ OH കണക്ട് ചെയ്യുന്ന കാർബൺ ഇതല്ലേ 1 2 3 4 കിട്ടിയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ പേര് ഫിനൈൽ എന്നാണ്, ഇതിൻ്റെ പേര് ക്ലോറോ. അപ്പോൾ 3 ക്ലോറോ 1 ഫിനൈൽ. ഞാൻ അതിവിടെ എഴുതുന്നുണ്ട്. 3 ക്ലോറോ 1 ഫിനൈൽ, 3 ക്ലോറോ 1 ഫിനൈൽ. പിന്നെയോ ബ്യൂട്ട് എത്ര ഈൻ? 3 ഈൻ 1 ഓൾ. ഓക്കെ, ബ്യൂട്ട് 3 ഈൻ 1 ഓൾ. ക്ലിയർ ആയല്ലോ? ബ്യൂട്ട് 3 ഈൻ 1 ഓൾ. ഇത് സെക്കൻഡറി ആൽക്കോളാണ്, ശരിയല്ലേ? കാരണം CHOH. ക്ലിയർ ആയല്ലോ? പിന്നെ അതുകൂടാതെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് അലൈലിക് ആൽക്കഹോൾ അല്ല. കാരണം OH കണക്ട് ചെയ്യുന്ന കാർബൺ എൻ്റെ നെക്സ്റ്റ് കാർബണിൽ OH കണക്ട് ചെയ്യുന്ന കാർബൺ ഇത്, അതിന് തൊട്ടടുത്ത കാർബണിൽ ഡബിൾ ബോണ്ട് ഇല്ല. പക്ഷേ ഇത് ബെൻസൈലിക് ആൽക്കഹോളാണ്. എന്തുകൊണ്ട് ബെൻസൈലിക് ആണ്? ഈ CHOH ഉണ്ട് നിങ്ങൾ, അത് കണക്ട് ചെയ്യുന്ന കാർബൺ, ആ CHOH എന്ന് പറഞ്ഞ കാർബണിൽ ബെൻസീൻ നേരിട്ടില്ലേ? ബെൻസൈലിക് ആൽക്കഹോളാണ്. പക്ഷേ ബെൻസൈലിക് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഇത് ബെൻസൈലിക് സെക്കൻഡറി ആൽക്കഹോളാണ്. എന്തുകൊണ്ട്? CHOH ആയതുകൊണ്ട്. അപ്പോൾ CHOH പറയുമ്പോൾ അത് സെക്കൻഡറി ആൽക്കഹോൾ. ആ സിയുടെ കൂടെ ബെൻസീൻ റിംഗ് വന്നുകൊണ്ട് അത് ബെൻസൈലിക് ആൽക്കഹോളായി. അപ്പോൾ അത് ബെൻസൈലിക് സെക്കൻഡറി ആൽക്കഹോൾ എന്ന് ഇരിക്കുക. ബെൻസൈലിക് സെക്കൻഡറി ആൽക്കഹോൾ. ഇനി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ നോക്ക്, ഇതാണ് കോമ്പൗണ്ട് ഇരിക്കുക. ഞാനിവിടെ ബോണ്ട് ലൈൻ ഫോമിൽ വരച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ? ഉണ്ട്. ബോണ്ട് ലൈൻ ഫോമിൽ വരച്ചിട്ടുണ്ട്. യെസ്, ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഇവിടെ യെസ്, ഇതാണ് കോമ്പൗണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിലേതാണ് മെയിൻ? OH അല്ലേ മെയിൻ? ഡബിൾ ബോണ്ടാണ് മെയിൻ, OH ആണോ? OH. അപ്പോൾ OHന് ഇത് 1 ആണെങ്കിൽ ഇത് 2 കിട്ടൂലേ? 2 3 4 5. അപ്പോൾ എന്താ പേര് വരുമ്പോൾ പറഞ്ഞേ? ഇവിടെ ഫിനൈൽ ഉണ്ട്, എത്രയേ ഉള്ളൂ? അപ്പോൾ 3 ഫിനൈൽ. പിന്നെ പെൻഡ് എത്ര? 3 in 2 ഓൾ. ഓക്കെ, 3 ഫിനൈൽ പെൻഡ് 3 in 2 ഓൾ. 3 ഫിനൈൽ പെൻഡ് 3 in 2 ഓൾ. ക്ലിയർ? ഇനി അടുത്ത ശ്രദ്ധിക്കുക. യെസ്, ഞാനിവിടെ 2 ക്ലോറിൻ വരച്ചിട്ടുണ്ട്, കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത, ഇത് സെക്കൻഡറി ആൽക്കഹോളാണ്, പക്ഷേ അലൈലിക്കുമാണ് അല്ലേ? അലൈലിക്ക് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ട്, പക്ഷേ ബെൻസൈലിക് അല്ല കേട്ടോ. ബെൻസൈലിക് ആണെങ്കിൽ ഇവിടെ ബെൻസീൻ റിംഗ് വേണം. ക്ലിയർ ആയോ? ഇത് എന്ത് ആൽക്കഹോളാണ്? അലൈലിക് ആൽക്കഹോളാണ്. അതോടൊപ്പം ഏത്? സെക്കൻഡറി ആണ്. ഓക്കെ, ഇനി ഈ കോമ്പൗണ്ട് നോക്കുക. യെസ്, ഇവിടെ നോക്കുക. ഈ കോമ്പൗണ്ട് നോക്കിയേ. ഈ കോമ്പൗണ്ടിൽ മെയിൻ OH ആണ്, ഡബിൾ ബോണ്ട് അല്ല. അപ്പോൾ 1 2 3 4. അപ്പോൾ ഏതാ ചെറുത്? 3 അല്ലേ? അപ്പോൾ ഈ സൈഡിൽ നമ്പർ ചെയ്യാം. 3 4 5 6 കിട്ടിയോ? അപ്പോൾ പേര് എഴുതുമ്പോൾ 2,2 ഡൈക്ലോറോ, 2,2 ഡൈക്ലോറോ, പിന്നെ ഹെക്സ് ഡൈക്ലോറോ ഹെക്സ് 5 in 3 ഓൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് സെക്കൻഡറി ആൽക്കഹോളാണ്, പക്ഷേ അലൈലിക് അല്ല. കാരണം തൊട്ടടുത്ത കാർബൺ ഡബിൾ ബോണ്ട് ഇല്ല, പിന്നെ അപ്പുറത്തെ കാർബൺ ഡബിൾ ബോണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള ആൽക്കഹോൾസ് ഇല്ലേ? ഓക്കെ, ദെൻ അപ്പോൾ ആൽക്കഹോൾസിൻ്റെ നോമൻക്ലേച്ചർ ഏതാണ്ട് മനസ്സിലായോ? ദെൻ അടുത്തത് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ CH2OH. ഈ കോമ്പൗണ്ടിൻ്റെ പേര്, ഇത് ഡൈഹൈഡ്രിക് ആൽക്കഹോളാണ്, ഇത് ഗ്ലിസറോളാണ്. ഇത് ശരിക്കും ഗ്ലിസറോളാണ്. CH2OH എന്നാണ് ഗ്ലിസറോൾ. ഇതിന് IUPAC നമ്പർ ഇപ്പോൾ 1 2 എഴുതുക. എന്നിട്ട് ഈതൈൻ അല്ലേ, 2 കാർബൺ ആകുമ്പോൾ ഈതൈൻ 1 2 ഡയോൾ. ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ നെയിമാണ് എന്തെന്ന്? ഗ്ലിസറോൾ. ഓക്കെ, ഈതൈൻ 1 2 ഡയോളിൻ്റെ ഇൻഡസ്ട്രിയൽ നെയിമാണ് എന്ത്? ഗ്ലിസറോൾ. ക്ലിയർ ആയല്ലോ? ഇനി അതേപോലെ CH2OH ഇത് ഈ ഗ്ലിസറോൾ അല്ല മക്കളെ, തെറ്റിപ്പോയി. ഇത് ഗ്ലിസറോൾ അല്ല, സോറി. ഇത് എന്താണ്? എത്തിലീൻ ഗ്ലൈക്കോൾ. ഓക്കെ,
എത്തിലീൻ ഗ്ലൈക്കോളാണ്. ഓക്കെ, CH2OH പേര് എത്തിലീൻ ഗ്ലൈക്കോളാണ്. അടുത്ത വരക്കാൻ വേണ്ടി പോകുന്നതാണ് ഗ്ലിസറോൾ. ഓക്കെ, CH2OH CHOH CH2OH. ഇത് 1 2 3 പറഞ്ഞേ. പ്രൊപ്പെയിൻ 1 2 3 ട്രയോൾ. പ്രൊപ്പെയിൻ 1 2 3 ട്രയോൾ, അതിൻ്റെ പേരാണ് ഗ്ലിസറോൾ. പ്രൊപ്പെയിൻ 1 2 3 ട്രയോളിൻ്റെ പേരാണെന്ത്? ഗ്ലിസറോൾ. ക്ലിയർ ആയല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഈതറിൻ്റെ 1 2 കോമ്പൗണ്ട് നെയിം ചെയ്യുന്ന ശ്രദ്ധിക്കുക. ഇപ്പോൾ CH3 പിന്നെ CH3O CH2 CH3 ഇതാണ് ഈതറെങ്കിൽ ഈതർ ചെയ്യുമ്പോൾ ചെറിയ കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണോ അതിൻ്റെ എണ്ണം നോക്കിയിട്ട് ആൽക്കോക്സിൻ ആക്കുക. ഓക്സിജൻ്റെ 2 ഭാഗത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. അത് ചെറുതിന് ആൽക്കോക്സി ആക്കുക, വലുതിന് ആൽക്കൈൻ ആക്കുക. അപ്പോൾ ഇതിന് ചെറുത് മീതയിലല്ലേ, അപ്പോൾ 1. അപ്പോൾ ഇതിനെ മിത്തോക്സി പറയും. അപ്പോൾ ഈ മിത്തോക്സി കണക്ട് ചെയ്യുന്ന കാർബൺ 1 അപ്പോൾ 1 2. കൂടുതൽ കാർബൺ ആറ്റം ഉള്ളതിനെ നമ്പർ ചെയ്യുക, മനസ്സിലായി? അപ്പോൾ 1 2. അപ്പോൾ ഇതിൻ്റെ പേര് 1 മിത്തോക്സി ഈതൈനാണ്. പക്ഷേ ഇത് ഈ OC3 ഇപ്പുറത്തേക്ക് വന്നാലും എന്ത് തന്നെയാണ്? 1 മിത്തോക്സി ഈതൈൻ. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് വിളിച്ചാൽ മതി? ഇത്തോക്സി ഈതൈൻ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ഇത്തോക്സി ഈതൈൻ. ക്ലിയർ ആയോ? ഇനി അതേപോലെ തന്നെ CH3 CH2O ദെൻ CH3 CH3 ഇതാണ് കോമ്പൗണ്ട് ഇരിക്കുക. അപ്പോൾ നമുക്കറിയാം ഈ ഓക്സിജൻ ഈ ഭാഗത്ത് 2 കാർബൺ, ആ ഭാഗത്ത് 3 കാർബൺ. ഇതിനെ നമ്പർ ചെയ്യുമ്പോൾ എങ്ങനെ നമ്പർ ചെയ്താലും ഇത് 2 വരും. ഈ ഇത്തോക്സി അല്ലേ, ഇത്തോക്സിയിൽ വരുക. അപ്പോൾ 2 ഇത്തോക്സി പ്രൊപ്പെയിൻ. എന്താ പേര്? 2 ഇത്തോക്സി പ്രൊപ്പെയിൻ. ആ ഫസ്റ്റ് കോമ്പൗണ്ട് ഒന്ന് നോക്കുക. അതിന് നമ്മൾക്ക് മീതൈൽ ഈതർ എന്ന് പറയാം. അതിന് ആൽഫബറ്റിക് ഓർഡർ ഒന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ വേണം പറയാം. ഈ ഭാഗത്ത് മീതൈൽ, ആ ഭാഗത്ത് ഈതർ. കോമൺ നെയിമാണ് മീതൈൽ ഈതർ. മീതൈൽ ഈതറിൻ്റെ IUPAC നെയിമാണ് ഇത്? മിത്തോക്സി ഈതൈൻ. കേട്ടല്ലോ? അല്ല, എന്നാൽ മിത്തോക്സി ഈതൈൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? മിത്തോക്സി ഈതൈൻ. ഇനി അത് ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് ഏത് കോമ്പൗണ്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. C3O CH2 CH2O C3. ഇവിടെ 2 മിത്തോക്സി ഗ്രൂപ്പ് ഉണ്ട്. എങ്ങനെ നമ്പർ ചെയ്താലും 1 2 3 വരും. അപ്പോൾ എന്താ വരിക? 1 3 ഡൈമിത്തോക്സി പ്രൊപ്പെയിൻ. 1 3 ഡൈമിത്തോക്സി പ്രൊപ്പെയിൻ കിട്ടിയല്ലോ? 1 3 ഡൈമിത്തോക്സി പ്രൊപ്പെയിൻ. 1 3 ഡൈമിത്തോക്സി പ്രൊപ്പെയിൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത് നോക്കുക. C3 CHCl സിംഗിൾ ബോണ്ട് CHCH യെസ് എഗെയിൻ പിന്നെ CH2 പിന്നെ സിംഗിൾ ബോണ്ട് CHO C2H5 ദെൻ CH2 CH3. ഇതാണ് കോമ്പൗണ്ട് ഇരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഈതർ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ക്ലോറിൻ ഉണ്ട്. പക്ഷേ ഇവിടെ IUPAC നെയിമിങ്ങിൽ ഇത്തോക്സി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. അപ്പോൾ ക്ലോറിനും ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ ചെറിയ നമ്പർ കിട്ടുന്ന ഏത് സൈഡിൽ നിന്നാണ് ആ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യണം. അപ്പോൾ ഇത് 1 ഇത് 2 ഇത് 3 4 5 6 നമ്പർ ചെയ്യുമ്പോൾ ഇത് 2 4 6 ആവും. തിരിച്ച് ഈ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 അപ്പോൾ 3 5 8 ആവും. അപ്പോൾ ഈ സൈഡ് ഇതാണ് ചെറുത്. പഠിച്ചോ? പേര് എഴുതുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ ക്ലോറിൻ ഇല്ല ആദ്യം. അപ്പോൾ പേരെന്താ? 2 ക്ലോറോ 4 ഇത്തോക്സി 2 ക്ലോറോ 4 ഇത്തോക്സി ബാക്കി പറഞ്ഞേ ഹെക്സൈൻ. 2 ക്ലോറോ 4 ഇത്തോക്സി ഹെക്സൈൻ. ഓക്കെ, 2 ക്ലോറോ 4 ഇത്തോക്സി ഹെക്സൈൻ. ക്ലിയർ ആയോ? ഓക്കെ, യെസ്, ക്ലിയർ ആയിരിക്കണേ. ഇനി അതേപോലെ തന്നെ അപ്പോൾ ഈ തരത്തിലുള്ള കോമ്പൗണ്ട് വന്നാൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ഇവിടെ ഒരു കോമ്പൗണ്ട് വരക്കുന്നുണ്ട്. യെസ്, ഇവിടെ ഡബിൾ ബോണ്ട് വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ഓക്സിജൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, OC2H5 എന്ന് എഴുതിയാലും മതി. OC2H5. ഓക്കെ, ദെൻ ഇവിടെ ഒരു OCH3 ഇത്രയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതറുമായി ഡബിൾ ബോണ്ടായി. അപ്പോൾ ഇതിൽ ഏതാ മെയിൻ? ഈതറാണോ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഡബിൾ ബോണ്ടാണോ? ഡബിൾ ബോണ്ട്, ഒരു സംശയമില്ല. അപ്പോൾ ഡബിൾ ബോണ്ട് ഇതിൽ 1 കൊടുക്കുക. ഇത് 2 3 4 5 6. പേരെഴുതുമ്പോൾ ഇത്തോക്സി ആണോ ആദ്യം മിത്തോക്സി ആണോ? ഇത്തോക്സി. അപ്പോൾ എത്ര ഇത്തോക്സി?
5-methoxy, 5-methoxy, പിന്നെയോ 4-methoxy, 5-methoxy, 4-methoxy, പിന്നെ എന്താണ് ഹെക്സ് 1-ene, ഹെക്സ് 1-ene കിട്ടിയല്ലോ. 5-methoxy, 4-methoxy, ഹെക്സ് 1-ene നോക്കുക. അപ്പോൾ ഈതർ ഏതാണ്ട് നെയിം ചെയ്യാനുള്ള ഐഡിയ പഠിച്ചാലോ. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിപ്പോൾ സൈക്ലോ ഹെക്സേൻ റിംഗ് ആണ്. ഇവിടെ OH ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്. ഓക്കെ, ഇതിലേതാ മെയിൻ OH. അപ്പോൾ ഇതിൻ്റെ പേര്, ഇതിൽ OH ഒന്ന് കൊടുക്കുക. 2, 3, 4, 5, 3 ചെറുത് 3-methyl cyclohexanol, 3-methyl cyclohexanol, cyclohexan 1-ol എന്ന് എഴുതാം, അത് cyclohexanol എന്ന് എഴുതിയാൽ മതി. 3-methyl cyclohexanol. ക്ലിയർ അല്ലേ? ആൽക്കഹോളിൽ റിങ്ങുള്ള കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഐഡിയ ആണ്. ഇനി അതേപോലെ തന്നെ വേറെ കോമ്പൗണ്ട്, യെസ്, ഞാൻ ഒരു കോമ്പൗണ്ട് വരച്ചിട്ടുണ്ട്. യെസ്, ഒരു ഡബിൾ ബോണ്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലേതാ മെയിൻ OH ആണോ ഈതർ? ഇത് OCH3 ആണ്, ഇത് OCH3 ആണ്. ഡബിൾ ബോണ്ട് OH ഏതാ മെയിൻ? OH. OH ഒന്ന് എടുത്തു. ഇനി നമ്മൾ ഇങ്ങോട്ട് നമ്പർ ചെയ്യുമ്പോൾ ഇത് 2, 3 കിട്ടും, ഇത് 4 കിട്ടും. പക്ഷേ പിന്നീട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡബിൾ ബോണ്ടാണ്. സൈക്ലിക് കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രധാനപ്പെട്ട നമ്പർ കൊടുത്തതിന് ശേഷം, ഫങ്ഷണൽ ഗ്രൂപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം പിന്നെ ഡബിൾ ബോണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്പർ ഇങ്ങോട്ട് വരും കേട്ടോ. 2, 3, 4, 5. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൻ്റെ പേര് 4,5-dimethoxy, 4,5-dimethoxy, dimethoxy cyclopent 2-ene, cyclopent 2-ene 1-ol എന്ന് എഴുതാം. ഇനി എഴുതുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. 1-ol, 2-ene 1-ol അല്ലെങ്കിൽ സിംപ്ലി enol. ക്ലിയർ ആയല്ലോ? അപ്പോൾ ചെയ്യാൻ പഠിച്ചില്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഇതാണ് കോമ്പൗണ്ട് ആയിരിക്കാം. ഞാൻ ഇവിടെ ഡബിൾ ബോണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ OH ഉണ്ട്, അല്ല OCH3 ഉണ്ട്, മീഥൈൽ ഉണ്ട്, പക്ഷേ ഡബിൾ ബോണ്ട്. ഏതാ ഇമ്പോർട്ടൻസ്? ഡബിൾ ബോണ്ട് അല്ലേ? ഡബിൾ ബോണ്ടിനാണ് ഇമ്പോർട്ടൻസ്. മനസ്സിലായല്ലോ? ഇത്ര ഡെപ്തിലൊന്നും ആവശ്യമില്ല, എന്നാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലെവലിൽ ഇത്ര ഡെപ്തിൽ ആവശ്യമില്ല, എന്നാലും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഡബിൾ ബോണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 ഇവിടെ 2, ഇവിടെ 1 ഇവിടെ 2, അല്ലാതെ ഇത് 1 കഴിഞ്ഞിട്ട് ഇത് 2 എഴുതാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് 1 ഇത് 2, ഇതല്ലേ എളുപ്പം. 3 ആകുമ്പോൾ 3 ചെറുതിട്ടില്ലേ, 4 കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ പേരുന്നതാണ്. പക്ഷേ അതേ സമയത്ത് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് OH. കാരണം OH ഫങ്ഷണൽ ഗ്രൂപ്പാണ് കേട്ടോ. IUPAC നോമൻക്ലേച്ചറിൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. പക്ഷേ ഈതറിൻ്റെ ഗ്രൂപ്പ് IUPAC നോമൻക്ലേച്ചറിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. ക്ലിയർ ആയോ? അപ്പോൾ പേരെന്താ എഴുതുക? എന്താ വരുക? 3-methyl ആദ്യം, METHYL അല്ല, മിത്തോക്സി ആദ്യം, മീത്തൈൽ METHY, മിത്തോക്സി METHO, വൈയേക്കാൾ മുമ്പേ O അല്ലേ? അപ്പോൾ 3-methoxy, പിന്നെയോ 3-methyl, 3-methyl cyclopent 1-ene. കിട്ടിയില്ലേ? cyclopent 1-ene. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇപ്പോൾ സൈക്ലിക് കോമ്പൗണ്ടിലായാലും ചെയ്യാൻ വേണ്ടി പഠിച്ചോ? ഓക്കെ. ദെൻ ഇനി പിന്നെ ബെൻസീൻ റിങ്ങുമ്മൽ നേരിട്ട് OH വന്നാൽ അറോമാറ്റിക് ആൽക്കഹോളായ ഫീനോളായി. അറോമാറ്റിക് ആൽക്കഹോൾ എന്ന് ഞാൻ നേരത്തെ വിട്ടുപോയി പറയാൻ. അറോമാറ്റിക് ആൽക്കഹോൾ എന്ന് പറയണമെങ്കിൽ ബെൻസീൻ റിങ്ങുമ്മൽ നേരിട്ട് OH വേണം കേട്ടോ. അപ്പോൾ ഇതാണ് ഫീനോൾ. അപ്പോൾ കോമ്പൗണ്ട് പേര് ഫീനോളാണേ. ഒരു OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഫീനോൾ. അപ്പോൾ ഫീനോൾ. ഇനി ഞാൻ ആ ഫീനോളിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രോമിൻ എഴുതുന്നുണ്ട്, ബ്രോമിൻ. അപ്പോൾ എഴുതുമ്പോൾ OHന് എത്ര നമ്പർ കൊടുക്കണം? 1. അപ്പോൾ 2, 3, 4, 5 പറഞ്ഞാൽ 6. പേര് 3-bromo-phenol, 3-bromo-phenol. ഇത് വേണമെങ്കിൽ കോമൺ നെയിമെങ്കിൽ മെറ്റാബ്രോമോഫീനോൾ എന്ന് പറയാം അല്ലേ? 3-bromo-phenol അല്ലെങ്കിൽ മെറ്റാബ്രോമോഫീനോൾ. ഇനി ഏത് വന്നാൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഓക്കെ. ബെൻസീൻ റിങ്, ഇവിടെ OH, ദെൻ ഇവിടെ CH3, ഇവിടെ CH3. ഇതാണ് കോമ്പൗണ്ട് എങ്കിൽ OHനല്ലേ മെയിൻ. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, 4, 5, 6 കിട്ടിയോ? അപ്പോൾ പേരെന്താണ്? 3,4-dimethyl-phenol, 3,4-dimethyl-phenol. അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നോക്ക്, മീഥൈൽ ഫീനോൾ മാത്രമാണ് ഇരിക്കുക. മീഥൈൽ ഫീനോളിനെ നമ്മൾ ക്രിസോൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ക്രിസോൾ, CRESOL. മീഥൈൽ ഫീനോൾ ക്രിസോൾ എന്ന് വിളിക്കും. അത് 3 ഉണ്ട്.
ഓർത്തോക്രിസോളും മെറ്റാക്രിസോളും പാരാക്രിസോളും. അതായത് OH ഗ്രൂപ്പിന് തൊട്ടടുത്ത് മീഥൈൽ എഴുതി കഴിഞ്ഞാൽ അതിനെ ഓർത്തോക്രിസോൾ എന്ന് പറയും. കോമൺ നെയിമാണ് ഓർത്തോക്രിസോൾ. ഇനി അത് എവിടെ OH എഴുതി കഴിഞ്ഞാൽ OH കഴിഞ്ഞിട്ട് മെറ്റാ പൊസിഷനിൽ C3 എഴുതി കഴിഞ്ഞാൽ ഇതിനെ മെറ്റാക്രിസോൾ എന്ന് വിളിക്കും. മെറ്റാക്രിസോൾ. അതുപോലെ തന്നെ ഇത് OH ഗ്രൂപ്പ് എഴുതിയിട്ട് അതിൻ്റെ പാരാ പൊസിഷനിലാണ് C3 എങ്കിലോ, പാരാ പൊസിഷനിലാണ് C3 എങ്കിൽ അതിനെന്ത് വിളിക്കും? പാരാക്രിസോൾ. പാരാക്രിസോൾ. കിട്ടിയോ? ഓർത്തോക്രിസോളിൻ്റെ IUPAC നെയിം 2-methyl phenol. മെറ്റാക്രിസോളിൻ്റെ IUPAC നെയിം 3-methyl phenol. പാരാക്രിസോളിൻ്റെ IUPAC നെയിം 4-methyl phenol. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ബെൻസീൻ റിങ്ങിൽ 2 OH ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം. ആ 2 OH ഗ്രൂപ്പ് അടുത്തടുത്താണെങ്കിൽ ഇതിനെ കോമൺ നെയിം കാറ്റക്കോൾ എന്നാണ്. കാറ്റക്കോൾ. CATECHOL. കാറ്റക്കോൾ. കേട്ടോ? 2 OH ഗ്രൂപ്പ് അടുത്തടുത്താണെങ്കിൽ അതിൻ്റെ കോമൺ നെയിം എന്താണ്? കാറ്റക്കോൾ. അതിന് ബെൻസീൻ 1,2 ഡയോൾ എന്ന് വിളിക്കും. കാരണം 1, 2 നമ്പർ വരിക. നമ്പർ ഇട്ട് നോക്കിയേ. ബെൻസീൻ 1,2 ഡയോൾ. ബെൻസീൻ 1,2 ഡയോൾ. കിട്ടിയോ? ബെൻസീൻ 1,2 ഡയോളിൻ്റെ കോമൺ നെയിമാണ് എന്ത്? കാറ്റക്കോൾ. ഇനി അതേപോലെ തന്നെ പിന്നെ ഏത് ബെൻസീൻ റിങ്ങുമേൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. അത് മെറ്റ ആണെന്ന് ഇരിക്കാം. ബെൻസീൻ OHയുടെ മെറ്റ OH ആണെന്നിരിക്കാം. ഇതിന് നമ്മൾ എന്താ വിളിക്കുക? റിസോസിനോൾ എന്ന പേര്. RESORCINOL. റിസോസിനോൾ. IUPAC നെയിം നിങ്ങൾക്ക് ഇനി എഴുതാൻ പറ്റും. എന്താണ്? ബെൻസീൻ 1,3 ഡയോൾ. എന്താ പേര്? ബെൻസീൻ 1,3 ഡയോൾ. ക്ലിയർ? ഇനി അത് പാരാ പൊസിഷനിലാണെങ്കിലോ ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്. ബെൻസീൻ റിംഗ് OH പിന്നെയോ OH. അപ്പോൾ ഇതിനെ നമ്മൾ കിനോൾ എന്ന് വിളിക്കും. QUINOL. കിനോൾ. കിനോൾ. ഓക്കെ. അതിന് IUPAC നെയിം ബെൻസീൻ 1,4 ഡയോൾ ആണ്. എന്താ പേര്? ബെൻസീൻ 1,4 ഡയോൾ. ഓക്കെ. ബെൻസീൻ 1,4 ഡയോൾ. യെസ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ആ തരത്തിൽ ഏത് നെയിം ചെയ്യാൻ വേണ്ടി പറ്റും ഇല്ലേ? ഇനി ബെൻസീൻ റിങ്ങിൽ 3 OH ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ? ബെൻസീൻ റിംഗ് OH. യെസ്. OH. ഇത് എങ്ങനെ നമ്പർ ചെയ്താലും 1, 2, 3, 4, 5, 6. 1, 3, 5 ആയിരിക്കും. അപ്പോൾ ബെൻസീൻ 1,3,5 ട്രയോൾ. ആയില്ലേ? ബെൻസീൻ 1,3,5 ട്രയോൾ. ഇതിനെ ഫ്ലോറോഗ്ലൂസിനോൾ എന്ന് വിളിക്കും. കോമൺ നെയിം ഫ്ലോറോഗ്ലൂസിനോൾ. ഓക്കെ. കോമൺ നെയിമാണ്. ക്ലിയർ ആയോ? ഇനി അതേപോലെ ബെൻസീൻ റിങ്ങിൽ 3 OH അടുത്തടുത്ത് കേട്ടോ. അടുത്തടുത്ത് വന്നാൽ എന്താ വിളിക്കുക? ബെൻസീൻ 1,2,3 ട്രയോൾ. ബെൻസീൻ 1,2,3 ട്രയോൾ. അതിനെ നമ്മൾ പൈറോഗലോൾ എന്ന് വിളിക്കും. പൈറോഗലോൾ. ഓക്കെ. പൈറോഗലോൾ. ബെൻസീൻ 1,2,3 എന്താണ്? 1,2,3 ട്രയോൾ. അതേപോലെ തന്നെ ബെൻസീൻ റിങ്ങിന് 3 OH ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ ഇനി ഒരു തരത്തിലേ വരാനുള്ളൂ. ഒന്ന് ഇവിടെയും കൊടുക്കുക, ഒന്ന് ഇവിടെയും കൊടുക്കുക. ഇതിന് നമ്മൾ ഈ 2 OH ഓപ്പോസിറ്റ് ആണെങ്കിൽ കിനോൾ എന്ന് വിളിക്കുക. അത് ഈ OH ഇവിടെ ആയാലും സെയിം ആണ്. അതുകൊണ്ട് ഇതിനെ ഹൈഡ്രോക്സി കിനോൾ എന്ന് വിളിക്കും. ഹൈഡ്രോക്സി കിനോൾ കോമൺ നെയിമാണ്. അത് IUPAC നെയിമോ എങ്ങനെ നമ്പർ ചെയ്താലും ബെൻസീൻ 1,2,4 ട്രയോൾ. എന്താ വിളിക്കുക? ബെൻസീൻ 1,2,4 ട്രയോൾ. ഓക്കെ. ബെൻസീൻ 1,2,4 ട്രയോൾ ആണത്. ക്ലിയർ? ഇനി എഴുതിക്കോ. പ്രിപ്പറേഷൻ ആൽക്കഹോൾസ് അല്ല, അതിന് മുമ്പായിട്ട് സ്ട്രക്ചർ ഓഫ് ആൽക്കഹോൾ ഫീനോൾ ആൻഡ് ഈതേഴ്സ്. സ്ട്രക്ചർ ഓഫ് ആൽക്കഹോൾസ് ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. ഓക്കെ. സ്ട്രക്ചർ ഓഫ് ആൽക്കഹോൾസ് ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. അപ്പോൾ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ C സിംഗിൾ ബോണ്ട് OH. ഇതല്ലേ ആൽക്കഹോളിൻ്റെ 4 ടെട്രാഹൈഡ്രൽ കാർബൺ. ഫീനോൾ ആകുമ്പോൾ ബെൻസീൻ റിങ് OH. ഇതാണ് ഫീനോൾ. ഈതർ ആകുമ്പോൾ O എന്ന് എഴുതിയിട്ട് ഒരു C എഴുതുക. എന്നിട്ട് ഇതിൽ 3 ബാലൻസ് കാണിക്കുക. ഓക്കെ. ഇതാണ് ഏത്? ഈതർ ആകുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ എല്ലാറ്റിലും 2 ലോൺ പെയർ ഉണ്ട്. ഇവിടെ 2 ലോൺ പെയർ ഉണ്ട്, ഇവിടെ 2 ലോൺ പെയർ ഉണ്ട്. ഓക്സിജനിൽ എല്ലാറ്റിലും 2 ലോൺ പെയർ ഉണ്ട്. ശരിയല്ലേ? ഇനി ശരിക്ക് ഒരു ഓക്സിജൻ ആറ്റത്തിൽ 2 ലോൺ പെയറും
അല്ല, 2 ലോൺ പെയറും 2 ബോണ്ട് പെയറും അല്ലേ ഉള്ളൂ. ഇത് 2 ബോണ്ട് പെയർ, ഇത് 2 ലോൺ പെയർ. പക്ഷേ ലോൺ പെയർ ഇല്ല എങ്കിൽ ടോട്ടൽ 4. അപ്പോൾ ബോണ്ട് ആംഗിൾ ടെട്രാഹീഡ്രൻ്റെ ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. പക്ഷെ എന്നാൽ ഇതിൻ്റെ ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റിനേക്കാൾ കുറച്ച് കുറവാണ്, 108.9 ഡിഗ്രിയാണ്. ഇത് 109 ഡിഗ്രിയാണ്, 109 ഡിഗ്രി. പക്ഷേ ഇതാണെങ്കിൽ അല്പം അതുകൊണ്ട് 111.7 ഡിഗ്രിയാണ്. ഈതറിൻ്റെ ആംഗിളാണ് 111.7, കുറച്ച് കൂടുതൽ. ഇത് രണ്ടും എക്സ്പെക്റ്റ് ചെയ്താണ്. കാരണം ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ടായതുകൊണ്ട് ആംഗിൾ കുറയും. ഏതിന്? ആൽക്കഹോളിനും ഫീനോളിനും. പക്ഷേ ഈതറിനും അതേപോലെ കുറയേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ആംഗിൾ 111.7 ഡിഗ്രിയാണ്. പഠിച്ചില്ലേ? ഞാൻ റീസൺ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇത് മൂന്നും വരച്ച് നോക്കുക. ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ദി ബോണ്ട് ആംഗിൾ ഇൻ ഈതർ, ആൽക്കഹോളിൻ്റെയും ഫീനോളിൻ്റെയും ചോദിക്കൂല. എന്തുകൊണ്ട്? ആൽക്കഹോളിൻ്റെയും ഫീനോളിൻ്റെയും എന്തുകൊണ്ടാണ് ബോണ്ട് ആംഗിൾ കുറഞ്ഞു വെച്ചാൽ ഡ്യൂ ടു ലോൺ പെയർ റിപ്പൽഷൻ, അല്ലേ? മനസ്സിലായോ? അപ്പോൾ ദി ബോണ്ട് ആംഗിൾ ഇൻ ആൽക്കഹോൾ ആൻഡ് ഫീനോൾ സ്ലൈറ്റ്ലി ലെസ് ദാൻ 109 ഡിഗ്രി 28 മിനിറ്റ്. ദീസ് ഡ്യൂ ടു എഴുതിക്കോ, ദി ബോണ്ട് ആംഗിൾ ഇൻ ആൽക്കഹോൾ ആൻഡ് ഈതർ slightly less than the bond angle in alcohol and phenol, slightly less than 109 degree 28 minute, 109 degree 28 minutes, 109 degree 28 minutes. This is due to lone pair repulsion. പക്ഷെ അതൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ അല്ല, കാരണം അത് നമുക്ക് അറിയുന്നതാണ് പൊതുവേ, അല്ലേ? എന്നാൽ യെസ് എഴുതിക്കോ, the bond angle in either greater than normal tetrahedral bond angle, 109 degree 28 minutes. ലോൺ പെയർ വരുമ്പോൾ കുറയോ വേണ്ടു, പക്ഷേ ഇത് കൂടുക. ഇത് മനസ്സിലായോ? അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പും ഇത് മറ്റേത് എച്ച് അല്ലേ, ഇതിൽ രണ്ടിലും ഒരു ഭാഗത്ത് എച്ച് അല്ലേ, ഇത് 2 ഭാഗത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ഈ 2 ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെയും സ്റ്റെറിക് എഫക്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് സൈസിൻ്റെ എഫക്റ്റ് ഇവർ തമ്മിൽ അടികൂടും. ഈ 2 ആൽക്കൈൽ ഗ്രൂപ്പ് തമ്മിൽ അടികൂടും. മനസ്സിലായോ? ആ സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ അതാണ് കാരണം. ഓക്കെ, അപ്പോൾ എഴുതിക്കോ, ദിസ് ഈസ് ഡ്യൂ ടു steric interaction between the two bulky alkyl groups. This is due to the steric interaction between the two bulky alkyl groups. 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 Okay. ഇനി അടുത്തത് ഇതിൻ്റെ ബോണ്ട് ലെങ്ത് നോക്കുക. ഇതിൻ്റെ ബോണ്ട് ലെങ്ത്, കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ആൽക്കഹോളിൽ 142 പൈക്കോമീറ്ററാണ്. പിന്നെ ഫീനോളിൽ 136 പൈക്കോമീറ്ററാണ്. പിന്നെ ഈതറിൽ 141 പൈക്കോമീറ്ററാണ്. അപ്പോൾ ആൽക്കഹോളിൻ്റെയും ഈതറിൻ്റെയും ഏതാണ്ട് അടുത്തടുത്ത് തന്നെ. പക്ഷേ കുറച്ച് കുറവല്ലേ ഫീനോളിന് കുറച്ച് കുറവാണ്. 136 പൈക്കോമീറ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ബോണ്ട് ലെങ്ത് കുറയാനുള്ള കാരണം, പ്രധാനപ്പെട്ട റീസൺ എന്താ വെച്ചാൽ ഈ കാർബൺ കണ്ടോ, ഈ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആകുമ്പോൾ ആ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിന് കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട് sp3യേക്കാൾ. അപ്പോൾ ഈ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണും ഈ ഓക്സിജൻ തമ്മിലുള്ള ആ ബോണ്ട് പെയർ ഇല്ലേ, അത് അടുത്തോട്ട് വരും. എന്തുകൊണ്ട് അടുത്തോട്ട് വരും? കാരണം ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്താണ് കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ഇൻ ഫീനോൾ, കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ഇൻ ഫീനോൾ is greater than carbon oxygen bond length in phenol greater than that in alcohols and ethers, greater than that in alcohols and ethers. എഴുതിയോ? ആൽക്കഹോൾസ് ആൻഡ് ഈതേഴ്സ് 2 റീസണാണ് വരുന്നത്. അതിലൊരു റീസൺ എന്താണ്? ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എഴുതിക്കോ, യെസ്, ദി OH ഗ്രൂപ്പ് ഇൻ ഫീനോൾ ദി ഓക്സിജൻ ആറ്റം ഇൻ ഫീനോൾ, എഴുതിക്കോ, ഓക്സിജൻ ആറ്റം ഇൻ ഫീനോൾ directly attached to oxygen atom in phenol directly attached to
oxygen atom in phenol directly attached to this because ഒറ്റ റീസൺ ഇപ്പോൾ എഴുതിയാൽ മതി, മറ്റേത് അസിഡിക് സ്ട്രെങ്ത്തിൽ പറഞ്ഞുതരാം കേട്ടോ. ദിസ് ബിക്കോസ് അതായത് ദി ഓക്സിജൻ ആറ്റം ഇൻ ഫീനോൾ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു മോർ ഇലക്ട്രോനെഗറ്റീവ് sp2 hybridized carbon. The OH group in phenol directly attached to more electronegative sp2 hybridized carbon. അടുത്തത് പ്രിപ്പറേഷൻ ആൽക്കഹോൾ സ്റ്റഡി ചെയ്തേ. ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു റിയാക്ഷൻ എന്താണ്? ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീനാണ്. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻ എന്നല്ല എഴുതിയേ. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻ. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആൽക്കീൻ. ശ്രദ്ധിക്കുക, ആ റിയാക്ഷൻ ഇങ്ങനെയാണ്. കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ആൽക്കീൻ ഇതല്ലേ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ. അതിൽ പിന്നെ എന്ത് ചെയ്യുന്നു? യെസ്, ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷനാണ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ഇതാണ് റിയാക്ഷൻ. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആൽക്കീൻ. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ആദ്യം ഇത് ചെയ്തു കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ഇത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് H+ ഉണ്ടാവില്ലേ, H+ അറ്റാക്ക്. അപ്പോൾ ഈ പൈ ഇലക്ട്രോൺ ഈ H+ൻ്റെ അടുത്തേക്ക് പോകും. ഈ പൈ ഇലക്ട്രോൺ H+ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇത് ഇവിടത്തേക്കാണ് ഇലക്ട്രോൺ വന്നതെങ്കിൽ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. അപ്പോൾ ഈ മൈനസിൽ H+ വരും, പക്ഷേ ഇവിടെ പ്ലസ് ചാർജ് വരും. ഞാൻ ഇവിടെ ഇങ്ങോട്ട് ലെയറോ മാർക്ക് ഇട്ടത്, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പ്ലസ് ചാർജ് വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സി, ഇവിടെ പ്ലസ്, സിംഗിൾ ബോണ്ട് സി, ഇവിടെ H വരും അല്ലേ. ഇത് കാർബോ കാറ്റോൺ എന്ന് പറയും. എന്താ വിളിക്കുക? കാർബോ കാറ്റോൺ. എന്നിട്ട് ആ കാർബോ കാറ്റോൺ ഇതാണ് ഏത്? ഇൻ്റർമീഡിയറ്റ്. അടുത്ത സ്റ്റെപ്പിൽ ഈ കാർബോ കാറ്റയോൺ അല്ലേ ഉള്ളത്? ആ കാർബോ കാറ്റയോണിൻ്റെ പറഞ്ഞോ. യെസ്, കാർബോ കാറ്റയോൺ. ആ കാർബോ കാറ്റയോൺ വാട്ടർ അറ്റാക്ക് ചെയ്യും. H2 ന്യൂക്ലിയോഫൈൽ അല്ലേ, ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കും. ഈ ലോൺ പെയർ ഉണ്ടോ ഇവിടെ? ഈ ലോൺ പെയർ ഈ കാർബൺ +2 അറ്റാക്ക് ചെയ്യും. മെക്കാനിസം നമുക്ക് ഈ ലോ ലെവലിൽ ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കിയാൽ നല്ലത്. ഈ ലോൺ പെയർ ഇവിടെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സി, ഇവിടെ OH2+ ആവില്ലേ, എന്താവുക? OH2+. അത് മനസ്സിലാക്കുക. സിംഗിൾ ബോണ്ട് സി, ഇവിടെ ഓൾറെഡി ഒരു H വന്നില്ലേ, വന്നു. ക്ലിയർ? ഇത് ഓക്സോണിയം അയോൺ. ഓക്സിജൻ പ്ലസ് ചാർജ് വന്ന ഓക്സോണിയം അയോൺ എന്ന് പറയും. ഇതിൽ നിന്ന് H+ റിമൂവ് ചെയ്യും. അപ്പോൾ H+, ഇവിടെ OH വരും, ഇവിടെ ഇത് വരും, പിന്നെ ഇവിടെ സി, ഇവിടെ H. അപ്പോൾ നെറ്റ് റിസൾട്ട് എന്താ ആഡ് ചെയ്ത്? ഒരു H-ഉം ഒരു OH-ഉം ഇതെല്ലാം ആഡ് ചെയ്ത്. ഇനി നിങ്ങൾ അൺസിമെട്രിക് ആൽക്കീൻ ആണെങ്കിൽ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം ചെയ്യണം. അറിയില്ലേ മാർക്കോണിക്കോഫ് റൂൾ? മാർക്കോണിക്കോഫ് റൂൾ ചെയ്യുമ്പോൾ വാട്ടറിൽ H-OH ഉണ്ട്. ഏതാ നെഗറ്റീവ് പാർട്ട്? OH. അപ്പോൾ നെഗറ്റീവ് പാർട്ട് എവിടെ ആഡ് ചെയ്യണം? ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിൽ ആഡ് ചെയ്യണം. മനസ്സിലായോ അല്ലേ? അപ്പോൾ വെൻ എൻ ആൽക്കീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്താ നടക്കുക? ഹൈഡ്രേഷൻ ടേക്സ് പ്ലേസ് ടു ഫോം ഏത്? എൻ ആൽക്കഹോൾ. ഇതേ വെൻ എൻ ആൽക്കീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, when an alkene is treated with dilute sulfuric acid, when an alkene is treated with dilute sulfuric acid, when an alkene is treated with dilute sulfuric acid, hydration takes place. When an alkene is treated with dilute sulfuric acid, hydration takes place to form alcohol. Hydration takes place to form alcohol. Hydration takes place to form alcohol. എന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞ മെക്കാനിസം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ എഴുതുക, രണ്ട് ഭാഗത്ത് 2 വാലൻസ് കാണിക്കുക, ഒരു എയറോ മാർക്ക് H+ അടുത്തേക്ക് കാണിക്കുക. അപ്പോൾ ആ H ഈ കാർബണിൽ വന്നാൽ തൊട്ടടുത്ത കാർബൺ പ്ലസ് ചാർജ് കാണിക്കുക, അതിനെ കാർബോ കാറ്റോൺ എന്ന് വിളിക്കും. ആ പ്ലസ് ചാർജിലെ കാർബണിൻ്റെ അടുത്തേക്ക് വാട്ടറിലെ ലോൺ പെയർ അറ്റാക്ക് ചെയ്യുക, അപ്പോൾ OH2+ ആവും, അതിൽ H+ റിമൂവ് ചെയ്താൽ OH ആയി. നെറ്റ് റിസൾട്ട് ബോർഡിൽ കാണുന്ന പോലെ ഇവിടെ H ഇവിടെയോ OH. ക്ലിയർ? ഇനി എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2, എയറോ മാർക്കിനുള്ള ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് അൺസിമെട്രിക് ആൽക്കീനില്ലേ, കാരണം ഇവിടെ 2 H ഒരു H ഉള്ളൂ, അപ്പോൾ രണ്ടും സെയിം അല്ല, അൺസിമെട്രിക് ആൽക്കീനാണ്. അപ്പോൾ ഏത് റൂൾ പ്രകാരം ചെയ്യണം? മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം ചെയ്യണം. അപ്പോൾ C3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HOH എഴുതുക. HOH എയറോ മാർക്കിൻ്റെ മുകളിൽ H+. കിട്ടിയില്ലേ? നെഗറ്റീവ് പാർട്ട് OH അല്ലേ നെഗറ്റീവ് പാർട്ട്, അപ്പോൾ നെഗറ്റീവ് പാർട്ട് CH ചേർക്കുക. അപ്പോൾ എന്താ കിട്ടുക? C3CHOH പിന്നെ H ഇവിടെ ചേർക്കുക, അപ്പോൾ C3 കിട്ടിയല്ലോ. ഇനി അങ്ങനെയുള്ള ഏത് എക്സാമ്പിൾ വന്നാലും ചെയ്തുകൂടെ? വേറെ എക്സാമ്പിൾ നോക്കുക. ഓക്കെ, ഇത് സൈക്ലോ ഹെക്സേൻ റിംഗ് ആണ്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ C3 ഉണ്ട്. ഓക്കെ, ഇതിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്.
മാർക്കോണിക്കോഫ് റൂൾ വേണ്ടുന്ന മാത്രം മാർക്കോണിക്കോഫ് റൂൾ ഉപയോഗിക്കുക, അല്ലാത്ത സാധാരണ എവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇത് സിമെട്രിക്കൽ അല്ലല്ലോ, കാരണം ഇവിടെ ഡബിൾ ബോണ്ട് പറഞ്ഞാൽ ഒരു എച്ച് ഉണ്ട്, ഇവിടെ എച്ച് ഇല്ല, C3 ആണ്. അപ്പോൾ സെയിം അല്ല, ഡബിൾ ബോണ്ട് കാർബൺ രണ്ടും സെയിം അല്ല അല്ലേ. അപ്പോൾ ഇതിൽ പ്ലസ് HOH, ഇത് ഡെൽറ്റ മൈനസ് ഡെൽറ്റ പ്ലസ് കേട്ടോ. ഇനി ചെയ്തേ പ്രോഡക്റ്റ് പറഞ്ഞേ എന്തായിരിക്കും? യെസ്, എവിടെയാണ് OH വരിക? ഇവിടെ OH വരിക CH3 ഉള്ള സ്ഥലത്താണ് OH വരിക, അല്ല മറ്റേ കാർബണിലാണോ? C3 ഉള്ള സ്ഥലത്ത് OH വരും. മറ്റേ സ്ഥലത്ത് H കൊടുക്കണം എന്നാണ്, പക്ഷേ കൊടുക്കേണ്ട ആവശ്യമില്ല. അണ്ടർസ്റ്റുഡ് അല്ലേ? ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ, റെഡി. ഇനി അടുത്ത് നെക്സ്റ്റ് ഹൈഡ്രോബോറേഷൻ ഓഫ് ആൽക്കീൻ. ഹൈഡ്രോബോറേഷൻ BORATION, ഹൈഡ്രോബോറേഷൻ ഓഫ് ആൽക്കീൻ അല്ലേ? ഹൈഡ്രോബോറേഷൻ ആൽക്കീൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, CH3 CH ഡബിൾ ബോണ്ട് CH2. ഹൈഡ്രോബോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റിയാക്ഷൻ ഒരുമിച്ച് നടക്കുന്നതാണ്. ഒന്ന് ഡൈബൊറൈൻ B2H6 ആണ് ഫസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിന് പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് NaOH. ഇത് രണ്ട് സ്റ്റെപ്പ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോബോറേഷനായി. ഞാൻ ആദ്യം അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് പറഞ്ഞുതരാം. CH3 CH ഡബിൾ ബോണ്ട് CH2. ഈ B2H6 എന്ന് പറഞ്ഞാൽ അത് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ BH3 കിട്ടും. BH3 അപ്പോൾ ഹാഫ് B2H6 മതി. ഹാഫ് B2H6 ആണ് ഏത്? BH3 കേട്ടോ. ആ BH3 ഞാനിവിടെ ബോർഡിൽ ഇവിടെ കാണുക. BH3 3 H ഉണ്ടോ ബോറോണ്ട് ഇവിടെ? ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ BH3-ലത്തെ H ചെറുതും BH2 വലുതുമാണ്. അപ്പോൾ ഏത് BH2-ന് ഇത് ആഡ് ചെയ്യാണ്. BH2 ഒരു കാർബണിൽ H ഒരു കാർബണിൽ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഏത് BH2 വലുതായതുകൊണ്ട് BH2-ന് ഈ CH2-ലേക്ക് വരാൻ പറ്റും, കാരണം സ്റ്റെറിക് എഫക്റ്റ് കുറഞ്ഞ കാർബണിൽ. ഇവിടെ അല്ലേ ഒന്നും ഗ്രൂപ്പുകളൊന്നും ഇല്ലാത്തത്. ഇവിടത്തേക്ക് BH2 വരും, ഇവിടത്തേക്ക് H വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കിയേ, CH3 CH2 പിന്നെയോ CH2 ആയില്ലേ, ഇത് സിംഗിൾ ബോണ്ടായി. അവിടെ BH2 വരും, ഉണ്ടോ BH2. ഇനി ഈ മോളിക്യൂള് അടുത്ത രണ്ടാമത്തെ ആൽക്കീനുമായി റിയാക്ട് ചെയ്യും. ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഗ്രൂപ്പ് CH2 C3 ആയി മാറും. ആ H അവിടെ ആഡ് ചെയ്തിട്ട് അതേപോലെ മൂന്നാമത്തെ മോളിക്യൂൾ ചെയ്യുമ്പോൾ ഇവിടെ CH2 പിന്നെയോ CH2 C3 ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്ര ചെയ്യേണ്ടു. ഇത് 3CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് ഹാഫ് B2H എടുക്കുക. നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? CH3 CH2 CH2 എത്ര എണ്ണമായി? 3 എണ്ണമായില്ലേ? ത്രൈസ് B. ഇതിന് ട്രൈ ആൽക്കൈൽ ബോറൈൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ട്രൈ ആൽക്കൈൽ ബോറൈൻ. ഇനി അത് ഏത് H2O2-ൽ OH ഇല്ലേ, അത്രയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. H2O2 ബാർ NaOH എഴുതിയിട്ടുണ്ട്, അത് H2O2-ൽ OH ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് ഈ CH3 CH2 CH2 ഇല്ലേ, ഇതിൻ്റെ കൂടെ ഒരു OH വരും, ബോറോണിൻ്റെ കൂടെ OH വരും. ബോറോണിൻ്റെ കൂടെ 3 OH വന്നാൽ അതെന്തായി? H3BO3 ആയി. അപ്പോൾ നമുക്ക് എത്ര? CH3 CH2 അതിൻ്റെ കൂടെ എന്ത് കിട്ടും? OH. അപ്പോൾ 3 എണ്ണം അത് കിട്ടും, പ്ലസ് H3BO3 കിട്ടും, പ്ലസ് H3BO3. ഇതാണ് റിയാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഈ റിയാക്ഷൻ നേരത്തെ ചെയ്ത അതേ റിയാക്ഷൻ നോക്കിയാൽ ഇതും തമ്മിൽ വ്യത്യാസം തന്നു. ഇത് പ്രൊപ്പാൻ 1 അല്ലേ, നേരത്തെ നമുക്ക് പ്രൊപ്പാൻ 2 കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രോബോറേഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കീനിൽ ഒരു മോളിക്യൂൾ വാട്ടർ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം ആഡ് ചെയ്യുന്നതിന് തുല്യമല്ലേ? ആൽക്കീനിൽ ഒരു മോളിക്യൂൾ വാട്ടർ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് ഏത്? ഹൈഡ്രോബോറേഷൻ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് എഴുതിയാൽ പോരെ. ഓക്കെ, അപ്പോൾ എഴുതിക്കോ. വെൻ an alkene is treated with diborane, when an alkene is treated with diborane, trialkyl borane is formed. Borane BORANE. Trialkyl borane is formed, which on decomposition in the presence of hydrogen peroxide and NaOH. Hydrogen peroxide and NaOH. അല്ലേ? NaOH. An alcohol is formed. Hydroboration of alkene is equivalent to
equivalent to addition of one molecule water equivalent to addition of one molecule water according to Markovnikov rule. Addition of one molecule water according to Markovnikov rule. Equivalent to addition of one molecule water according to Markovnikov rule. Okay? Yes. ഇത് നിങ്ങൾ ഈ റിയാക്ഷൻ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാ CH3 CH ഡബിൾ ബോണ്ട് CH2 എയറോ മാർക്കിൻ്റെ മുകളിൽ ഒന്നിക്കൽ ഹൈഡ്രോബോറേഷൻ അല്ലെങ്കിൽ ഒന്ന് B2H6 രണ്ട് B2H6 അല്ലേ രണ്ട് H2O2 ബാർ OH മൈനസ് അല്ലെങ്കിൽ NaOH ഇങ്ങനെയാണ് OH മൈനസ് നേരം മതി. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നേരെ പ്രോഡക്റ്റ് നേരെ എഴുതിയാൽ മതി. ഏതാണ് OH വാട്ടറിൽ ആഡ് ചെയ്യേണ്ടത് OH ഇവിടെ ചേർക്കുക ആൻറ്റി മാർക്കോണിക്കും. അപ്പോൾ ഉത്തരം പറഞ്ഞേ C3 CH2 CH2 OH കിട്ടിയോ? ക്ലിയർ ആയല്ലോ. ഇനി ബ്യൂട്ട് വണ്ണീനാണെങ്കിലോ C3 CH2 CH ഡബിൾ ബോണ്ട് CH2 ഇതിലാണ് ചെയ്തെങ്കിൽ ഹൈഡ്രോബോറേഷൻ എഴുതിയാലും മതി. ഹൈഡ്രോബോറേഷൻ. അപ്പോൾ നേരെ പ്രോഡക്റ്റ് എഴുതുമ്പോൾ ഇവിടെ OH ഇവിടെ H. ഉത്തരം പറഞ്ഞേ C3 CH2 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 OH ബ്യൂട്ടാൻ 1 കേട്ടോ. ബ്യൂട്ടാൻ 1 അല്ലെങ്കിൽ N ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ക്ലിയർ ആയല്ലോ. ബ്യൂട്ടാൻ 1 അല്ലെങ്കിൽ N ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ക്ലിയർ.